നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ചോദ്യങ്ങൾ അനവധിയാണ്. കളിക്കുമോ? ഇന്ന് കളിക്കുമോ രോഹിത് ശർമ്മ? ഒന്നാമത്തെ ചോദ്യം ആരാധകർക്ക് ചോദിക്കാനുള്ളതാണ്. പിന്നെ ഇത് ബൂമ്രയുടെ കളി, ഇതൊരു ബൂമ്ര സ്റ്റൈൽ കളിയാണോ നടക്കുന്നത്? 7 കളിയിൽ നിന്ന് 2 വിക്കറ്റേ ഉള്ളൂ IPL. ബൂമ്രയ്ക്ക് എന്ത് പറ്റി? പിന്നെ ഇനിയെങ്കിലും പേഴ്സണൽ ലൈഫ് കളിക്കളത്തിലേക്ക് കൊണ്ടുവരാതെ കളിയൊന്ന് നന്നായിട്ട് കളിക്കുമോ, നിയന്ത്രിക്കുമോ ഞങ്ങളുടെ ക്യാപ്റ്റൻ? മുംബൈ ആരാധകർ എന്ന് ചോദിക്കുകയാണ്. നിരവധിയായിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ. ഓരോന്നായിട്ട് പറയാം, ഓരോന്നിനായിട്ടുള്ള ഉത്തരം പറയാം. ലഭ്യമായ ഉത്തരങ്ങൾ കേട്ടോ. ഇത് തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല സോഴ്സുകൾ തപ്പിപ്പിടിച്ച് പറയുന്നതാണ്. ഇതിലേക്ക് എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. ഒന്നാമത്തെ ഉത്തരം, രോഹിത് കളിക്കുമോ? ഇന്നലെ മുംബൈയുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞത് ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ കണ്ടിന്യൂസ് ടു പ്രോഗ്രസ്. എനി കോൾ ഓൺ ഹിസ് അവൈലബിലിറ്റി വിൽ ബി ടേക്കൺ അറ്റ് ദി ടോസ് ടുമാറോ എന്നാണ് ഇന്നലെ പറഞ്ഞത്. ഇപ്പോൾ തുറന്നു പറയുന്നില്ല. ഇന്നലെ അദ്ദേഹം ട്രെയിനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷെ കളിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറഞ്ഞില്ല. മറിച്ച് ഇന്ന് ടോസിൻ്റെ സമയത്താണ് ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. സോ ജസ്റ്റ് വെയിറ്റ്. അതാണ് ഇപ്പോൾ ആ കാര്യത്തിൽ പറയാൻ പറ്റൂ. പിന്നെ ബൂമ്രയുടെ കാര്യം സാധാരണ നമ്മൾ ബൂമ്രയുടെ രീതിയിലല്ല കാര്യങ്ങൾ കാണുന്നത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ 2 വിക്കറ്റുകളാണ്. ഓൺലി 2 വിക്കറ്റ്സ് ഇൻ 7 മാച്ചസ്. ദിസ് ഈസ് നോട്ട് ബൂമ്രസ് ക്യൂ എന്നാണ് പറഞ്ഞത്. ഇത് ബൂമ്രയുടെ രീതിയിലുള്ളതല്ല എന്നാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ബൂമ്ര വിക്കറ്റുകൾ എടുക്കണം. ബൂമ്ര വിക്കറ്റ് എടുക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് കൂടുതൽ സഹായകരമായി മാറുന്നത്. വിക്കറ്റ് ടേക്കിംഗ് ഓപ്ഷൻ കൂടി അദ്ദേഹം ഓണാക്കണം. റണ്ണ് അധികം ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. സോ അതിന് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. ഒരുപക്ഷെ ബൂമ്രയ്ക്കെതിരെ കുറച്ചുകൂടി കോഷ്യസ് ആയിട്ട് ബാറ്റർമാരൊക്കെ നിലപാടെടുക്കുന്നത് കൊണ്ടായിരിക്കണം ഇപ്പോൾ വിക്കറ്റുകൾ അങ്ങനെ അദ്ദേഹത്തിന് ലഭിക്കാത്തത്. മൂന്നാമത്തെ ചോദ്യം ക്യാപ്റ്റൻ്റെ കാര്യമാണ്. എന്തൊക്കെയാണ് ആ ചങ്ങായി ഗ്രൗണ്ട് കാട്ടിക്കൂട്ടുന്നതെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചോദിക്കുന്നത്. കഴിഞ്ഞ കളിക്ക് ശേഷം വ്യാപകമായിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതൊന്നും ഇതിലേക്ക് വലിച്ചിടണ്ടെന്ന് വിചാരിച്ചിട്ട് വാർത്ത ചെയ്യാതിരുന്നതാണ്. നിരവധിയായിട്ടുള്ള പോസ്റ്ററുകൾ. അത് ഗ്രൗണ്ടിലിറങ്ങി എല്ലാവരും വാമപ്പ് ചെയ്യുമ്പോൾ 4 ഭാഗത്തേക്ക് നോക്കി തൻ്റെ കാമുകിക്ക് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് ഡാൻസൊക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ള ക്യാപ്റ്റൻ. പിന്നെ കളി കഴിഞ്ഞ് എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഉറങ്ങോ അല്ലെങ്കിൽ വിളിക്കാമെന്ന് പറയുന്ന ക്യാപ്റ്റൻ. ആരോട്? അപ്പോൾ എല്ലാവരും ഇവിടെ കളി ആകെ പൊട്ടി തകർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ്റെ ശ്രദ്ധ കളിയിലാണോ, ഇത് ക്രിക്കറ്റ് കളിയിലാണോ എന്ന്? അതാണ് ആരാധകർക്ക് ഇപ്പോഴുള്ള സംശയം. സോ ക്യാപ്റ്റൻ്റെ പ്രകടനം വളരെ മോശമാണ്. ബാറ്റ് കൊണ്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ബോൾ കൊണ്ടും ചെയ്യുന്നില്ല. ക്യാപ്റ്റൻസിയിൽ കുറേ മുമ്പേ വലിയ രൂപത്തിൽ എതിർപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇന്നെങ്കിലും ക്യാപ്റ്റൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള, അതായത് മികച്ച ഓൾറൗണ്ടറാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല, ആ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള കളി കളിക്കാൻ പറ്റട്ടെ. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ലഭ്യമായിട്ടുള്ള ടീം ന്യൂസ് നമ്മൾ നോക്കിയാണ്. മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ രോഹിത് ശർമ്മയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അൺസർട്ടനാണ്, കളിക്കുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. മിച്ചൽ സാൻഡർക്ക് പകരം കേശവ് മഹാരാജിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരെ അദ്ദേഹത്തെ പ്ലെയിൻ 12 ഇറക്കാനുള്ള സാധ്യത കുറവാണ്. ഒരു പക്ഷേ വിൽ ജാക്സിനെ ഇറക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഓപ്ഷൻ കൂടി അവർക്ക് ഗുണകരമാക്കി ഉപയോഗപ്പെടുത്താൻ പറ്റുമല്ലോ. അപ്പോൾ മുംബൈയുടെ ഒരു പ്രോബബിൾ 12 നോക്കിയാൽ രോഹിത് ശർമ്മ അല്ലെങ്കിൽ ദാനിഷ് മലേവാർ, ദെൻ ക്വിൻ്റൻ ഡി കോക്ക് ഒപ്പം ഓപ്പൺ ചെയ്യും. ദെൻ നമാന്തിർ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ഷർഫേൻ റുദർഫോർഡ്, വിൽ ജാക്സോ അല്ലെങ്കിൽ കേശവ് മഹാരാജോ, ദെൻ ക്രിഷ് ഭഗത്, അശ്വിനി കുമാർ, ജസ്പ്രീത് ബുംറ, അല്ല ഗസൻഫർ. SRHൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവർ ഇനി അവരുടെ കോമ്പിനേഷനിൽ വലിയ മാറ്റം വരുത്താൻ സാധ്യതയില്ല. തുടർച്ചയായി വിജയിച്ചുകൊണ്ട് വരികയാണ്. ഇനി ഹർഷ് ഡ്യൂബയുടെ ലെഫ്റ്റ് ആം സ്പിന്ന് മുംബൈക്കെതിരെ എഫക്റ്റീവ് ആവും എന്ന് കണ്ടാൽ മാത്രം അദ്ദേഹത്തെ ഇറക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പ്രഫുൽ ഇഞ്ചയെ മാറ്റി ഹർഷ് ഡ്യൂബയെ ഇറക്കിയേക്കും. ഇത് മാത്രമാണ് ഒരു മാറ്റത്തിനുള്ള സാധ്യത. എങ്കിലും സാധ്യത കുറവാണെന്ന് പറയാം. അങ്ങനെ ഒരു മാറ്റത്തിന് സാധ്യത കുറവാണ്. അപ്പോൾ SRHൻ്റെ ഒരു പ്രോബബിൾ 12 ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്തു. പിന്നാലെ ഇഷാൻ കിഷൻ വരുന്നു. ദെൻ ഹെൻറി ക്ലാസൻ, നിതീഷ് കുമാർ റെഡ്ഡി, സലിൽ അറോറ, അനികേത് വർമ്മ, പാറ്റ് കമിൻസ്,
ഷിവാങ് കുമാർ, ഇസാൻ മലിംഗ, പിന്നെ പ്രഫുൽ ഇഞ്ചെ ഓർ ഹർഷ് ഡ്യൂബെ, ദെൻ സാക്കിബ് ഹുസൈൻ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിച്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പിച്ച് നമ്പർ ഇവിടെ ഇപ്പോൾ കളിക്കുന്നത് പിച്ച് നമ്പർ 8 കളി നടക്കുന്നത്. അപ്പോൾ ഈ സെയിം പിച്ചിലാണ് ആ 462 റൺസ് പിറന്നത്. അതായത് MI RCBയോട് പരാജയപ്പെട്ട ആ ഒരു കളിയിൽ. അപ്പം നല്ല റണ്ണൊഴുകാനുള്ള എല്ലാ സാധ്യതയുമുള്ളൊരു പിച്ചിലാണ് കളി നടക്കുന്നത്. എന്നും സംഭവിക്കാം. MIയെ സംബന്ധിച്ചിടത്തോളം ജയിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവർ 9ാം സ്ഥാനത്താണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ആവട്ടെ കുതിപ്പ് തുടരുകയാണ്, 4ാം സ്ഥാനത്താണ്. അവർക്കത് തുടരണം. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.